Dear students, we are continuing with the chapter Animal Kingdom. First, we can see phylum Porifera. ഇതുവരെ നമ്മൾ അനിമൽ കിങ്ഡത്തിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. അതിലിനി ഓരോ ഫൈലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ഫൈലം പോറിഫെറ. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടേംസാണ് ഇതിൽ യൂസ് ചെയ്യുക. ഫസ്റ്റ്, ഓരോ ഓർഗാനിസത്തിൻ്റെയും ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് പറയുക. പിന്നെ അതിൻ്റെ ബോഡി സിമെട്രി എന്തായിരിക്കും, ജെർമിനൽ ലെയേഴ്സ് എത്ര എണ്ണം ഉണ്ടാവും, ജെർമിനൽ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ, സീലോം എങ്ങനെയായിരിക്കും, ദെൻ അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവങ്ങൾ, ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്, റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ്, ദെൻ ഹൗ ഇസ് ഇറ്റ് സർക്കുലേറ്ററി സിസ്റ്റം, റീപ്രൊഡക്ഷൻ ആൻഡ് അതർ യൂണീക്ക് ഫീച്ചേഴ്സ്, അതിൻ്റെ മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ, ദെൻ എക്സാമ്പിൾസ്, ഈ ഫൈലം പോറിഫെറയിൽ പെടുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്. So first we can see the grades of organization. Grades of organization is cellular grade of organization ആണ് ഫൈലം പോറിഫെറയിൽ കാണുക. That means only cells are present. Then symmetry, mostly asymmetrical. നമ്മൾ നേരത്തെ അസിമെട്രിയുടെ ഒരു എക്സാമ്പിളായിട്ട് ഫൈലം പോറിഫെറയുടെ ഒരു എക്സാമ്പിൾ എടുത്തിരുന്നത് സ്പോഞ്ചസ് ഫൈലം പോറിഫെറയിലുള്ളതാണ്. അതെങ്ങനെ കട്ട് ചെയ്താലും എങ്ങനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് ഒരു ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ അസിമെട്രിക്കൽ എന്ന് പറയുന്നു. പക്ഷെ ചില ഓർഗാനിസം എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ടാവും. ചില ഓർഗാനിസംസ് ഇൻ ഫൈലം പോറിഫെറ ആർ റേഡിയലി സിമെട്രിക്കൽ. അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ജേം ലെയേഴ്സിന് ഒരു സാധ്യതയില്ല, കാരണം അവിടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ സീലോം എന്ന് പറഞ്ഞാൽ സീലോമേറ്റ് ആണ്, അതായത് ഒരു ട്രൂ ബോഡി ക്യാവിറ്റി അവരുടെ ബോഡിയിൽ പ്രസൻ്റ് ആവില്ല. പക്ഷെ ഒരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്, ദറ്റ് ഇസ് നോട്ട് സീലോം. ഒരു സെൻട്രൽ ക്യാവിറ്റി സ്പോഞ്ചോ സീൽ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ക്യാവിറ്റി അവരുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവലാണ്, മോസ്റ്റ്ലി എസിമെട്രിക്കൽ, സം ആർ റേഡിയൽ സിമെട്രിക്കൽ, ദെൻ സീലോം ഈസ് എസീലോമേറ്റ്. ദെൻ ഹാബിറ്റാറ്റ് എവിടെയാണ് കാണുന്നത്? അക്വാട്ടിക്, എല്ലാം വെള്ളത്തിൽ കാണുന്നതാണ്. മോസ്റ്റ്ലി മറൈൻ വാട്ടേഴ്സിലാണ് കാണുക, സീ വാട്ടറിലാണ് കാണുക. ദെൻ സെഡൻറ്ററി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, എവിടെയും ഇങ്ങനെ ഫ്രീ ആയിട്ട് പോവാതിരിക്കുന്നതിനൊക്കെ സെഡൻറ്ററി എന്ന് പറയും. ദെൻ സോളിറ്ററി ഓർ കൊളോണിയൽ. സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കാണാം, അല്ലെങ്കിൽ കോളനീസ് ആയിട്ട് കാണാം. അപ്പോൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. കോറൽ റീഫ്സ്, കുറേ റീഫ്സ് ഒക്കെയാണ് കാണുന്നത്, കണ്ടോ? അതെല്ലാം കോറൽ റീഫ്സ് ഇതിലല്ല, ഫൈലം സിലിൻഡ്രേറ്റിലാണ്. പക്ഷേ അതിനോട് സമാനമായ ചില അണ്ടർ വാട്ടർ ഓർഗാനിസംസ് ആണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ സെഡൻറ്ററി ആണ്, അതായത് അറ്റാച്ച്ഡ് ആയിട്ടേ കാണുള്ളൂ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഫിഷിൻ്റെ പോലെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ സോളിറ്ററി ആയിട്ടും കൊളോണിയലായിട്ടും കാണാം, കോളനീസ് ആയിട്ട് കാണാം, ഒറ്റയ്ക്കും ഇതിനെ കാണാൻ സാധിക്കും. ദെൻ ഹൗ ഇസ് ഇറ്റ്സ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ആബ്സെൻറ്റ്. ഡൈജസ്റ്റീവ് സിസ്റ്റമേ അവിടെ പ്രസൻ്റ് അല്ല, കാരണം ഏറ്റവും ലോവസ്റ്റ് ഓർഗാനിസം ആണ്, സെൽസ് മാത്രമേ ഉള്ളൂ ബോഡിയിൽ. ദെൻ ഹൗ ദ ഡൈജഷൻ ടേക്സ് പ്ലേസ്? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലാണ് ഡൈജഷൻ നടക്കുക, ഇൻസൈഡ് ദ സെൽ. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഒരു വളരെ ഏറ്റവും ലോവസ്റ്റ് ഫൈലമാണ് ഫൈലം പോറിഫെറ. ദെൻ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ വഴി ചെറിയ പീസസ് ഉണ്ടായി, അതിൽ നിന്നാണ് നെക്സ്റ്റ് ഓർഗാനിസം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓൾസോ ടേക്സ് പ്ലേസ്. മെയിലും ഫീമെയിലും ഗാമേറ്റ്സ് ഫോം ചെയ്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. ഹെർമാഫ്രോഡൈറ്റ്, ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർമാഫ്രോഡൈറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസൻറ്റ് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഇൻഡിവിജ്വലിൽ തന്നെ മെയിൽ ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും പ്രസൻ്റ് ആയിരിക്കും. അതായത് സെപ്പറേറ്റ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് ഹ്യൂമൻ ബീങ്സിലോ അല്ലെങ്കിൽ മറ്റു ഓർഗാൻസിലോ കാണുന്ന പോലെ, ഹയർ ഓർഗാൻസത്തിൽ കാണുന്ന പോലെ ഇവിടെ ഇല്ല. ഒരു ഓർഗാൻസത്തിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് that type of organism is termed as hermaphrodite. Fertilization is internal. ഇവിടെ ഇന്റേണൽ ഫെർട്ടിലൈസേഷനെ സാധ്യതയുള്ളൂ, കാരണം രണ്ട് സെക്സ് ഓർഗൻസിനും ഒരു ബോഡിയിൽ തന്നെ പ്രസൻ്റ് ആണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെയില്ലാത്ത ഡെവലപ്മെൻറ്റ്. ദാറ്റ് മീൻസ് ലാർവൽ സ്റ്റേജ് അതിൻ്റെ ഇടയിൽ ഉണ്ട്. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റിൽ ലാർവൽ സ്റ്റേജ് ആബ്സെൻ്റ് ആയിരിക്കും. സോ ഹിയർ ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ലാർവ ഈസ് പ്രസൻറ്റ്. So the development is indirect development. Then അതിൻ്റെ യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ, അതിൻ്റെ മാത്രമുള്ള പ്രത്യേകതയാണ് വാട്ടർ കനാൽ സിസ്റ്റം.
Here water enters through millions of minute pores called ostia. അതിൻ്റെ ബോഡിയിൽ നിറയെ ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ഓപ്പണിങ്സിനെയാണ് ഓസ്റ്റിയ എന്ന് പറയുക. ഇതിൻ്റെ ഒരു സെക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഓസ്റ്റിയ എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പണിങ്സിൽ കൂടെ ഓസ്റ്റിയയിൽ കൂടെ വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ദ സെൻട്രൽ ക്യാവിറ്റി. അപ്പോൾ സീലോം ഇല്ല, പകരം ഒരു സെൻട്രൽ ക്യാവിറ്റി പ്രസന്റ് ആണ്. ആൻഡ് ദാറ്റ് സെൻട്രൽ ക്യാവിറ്റി ഈസ് കോൾഡ് ആസ് സ്പോഞ്ചോസീൽ. ഫ്രം വേർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം. അപ്പോൾ വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഓസ്റ്റിയ വഴി, ദെൻ അത് ഈ ബോഡി ക്യാവിറ്റി സ്പോഞ്ചോസീലിലേക്ക് വരുന്നു. സ്പോഞ്ചോസീലിൽ നിന്ന് അത് പുറത്ത് പോകുന്നത് ഒരു ഓപ്പണിംഗ് ഉണ്ട് ഔട്ട്സൈഡിലേക്ക്, ദറ്റ് ഈസ് കോൾഡ് ഓസ്കുലം. ഓസ്കുലം എന്ന ഓപ്പണിംഗിൽ കൂടെ പുറത്തു പോകുന്നു. ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. സോ ദിസ് ഇസ് ദ വേ ദിസ് വാട്ടർ കനാൽ സിസ്റ്റം വർക്ക്സ്, അല്ലെങ്കിൽ വാട്ടർ പാസേജിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇത്. മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്പോഞ്ചസിൽ അല്ലെങ്കിൽ ഫൈലം പോറിഫെറയിൽ വാട്ടർ കനാൽ സിസ്റ്റം വർക്ക് ചെയ്യാം. അപ്പോൾ വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ഓസ്റ്റിയ റീച്ചസ് സ്പോഞ്ചോസിൽ. സ്പോഞ്ചോസിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ക്യാവിറ്റിനെ പറയാം. സ്പോഞ്ചോസിലെത്തും. ഇൻസൈഡ് ഫ്രം ദ സ്പോഞ്ചോസിൽ ഇറ്റ് പാസസ് ഔട്ട് ത്രൂ ഓസ്കുലം, അങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഇനി എന്താണ് ഈ വാട്ടർ കനാൽ സിസ്റ്റത്തിൻ്റെ ആവശ്യം? നമ്മൾ കണ്ടു അതിൽ വേറെ റെസ്പിറേറ്ററി സിസ്റ്റമോ ഒന്നും അതിലില്ല. അപ്പോൾ മെയിൻലി ഭക്ഷണം കിട്ടുന്നത് ഈ വെള്ളത്തിൽ കൂടിയാണ്. ഈ വെള്ളം എൻ്റർ ചെയ്യുമ്പോൾ അതിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവും, അതിന് ശ്വസിക്കാനുള്ള ഗ്യാസസ് ഉണ്ടാവും, പ്ലസ് അത് പുറത്തേക്ക് പോകുമ്പോൾ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആകെ ഈ വാട്ടർ കനാൽ സിസ്റ്റമാണ് ശരിക്കും അതിൻ്റെ മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ കൂടെയാണ് അതിന് ഭക്ഷണം കിട്ടുക, റെസ്പിറേഷൻ നടക്കുക, എല്ലാം. അത് ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും എക്സ്ക്രിയേറ്ററി സിസ്റ്റവും എല്ലാമായിട്ട് പ്രവർത്തിക്കുന്നത് സ്പോഞ്ചസിൻ്റെ കേസിൽ വാട്ടർ കനാൽ സിസ്റ്റമാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫുഡ് ഗാദറിങ്, ഗ്യാസ് എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. ഇത് ഈ ഫൈലം പോറിഫെറയുടെ മാത്രം പ്രത്യേകതയാണ് വാട്ടർ കനാൽ സിസ്റ്റം. ദെൻ സ്പോഞ്ചോസീൽ, നമ്മളൊരു ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞു. സ്പോഞ്ചോസീൽ ആൻഡ് കനാൽസ് ആർ ലൈൻഡ് വിത്ത് കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ്. ഈ സ്പോഞ്ചോസീലിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ബ്ലൂ കളറിൽ കാണുന്നുണ്ട്, കണ്ടു? ഇതൊക്കെ ദിസ് ആർ കോളർ സെൽസ്. ഇതാണ് കോളർ സെൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എൻലാർജ്ഡ് പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കോളർ സെൽസിൻ്റെ ലൈനിങ് ഉണ്ടാവും ഈ സ്പോഞ്ചോസീലിന്. ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. നമ്മുടെയൊക്കെ ബോഡിയിൽ ഒരു സ്കെലിറ്റൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇവരുടെ ബോഡിയിൽ ലോവസ്റ്റ് ഓർഗാനിസം ആയതുകൊണ്ട് സ്പിക്യൂൾസ്, ചെറിയ ചെറിയ സ്പിക്യൂൾ യെല്ലോ കളറിൽ കാണുന്നത്, അതിൻ്റെ എൻലാർജ്ഡ് പിക്ചേഴ്സാണ് ഈ കാണിച്ചിരുന്നത്. ചെറിയ ചെറിയ മുള്ളുകൾ പോലെയുള്ള ചെറിയ ചെറിയ സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ബോഡിയിലുണ്ടാവും. ഇറ്റ് ഈസ് സിമിലർ ടു നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം പോലെ അല്ലെങ്കിലും അതുപോലെ ഹാർഡായിരിക്കും അത്. ദെൻ സ്പോഞ്ചിൻ ഫൈബേഴ്സും ചെറിയ ചെറിയ സ്പോഞ്ചിൻ ഫൈബേഴ്സ് കണ്ട് നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സും ഇവരുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. അപ്പോൾ യൂണിക് ഫീച്ചേഴ്സ് പറഞ്ഞാൽ വാട്ടർ കനാൽ സിസ്റ്റം ആൻഡ് സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഇതാണ് എക്സാമ്പിൾസ്. ഫൈലം പോറിഫെറയിലെ എക്സാമ്പിൾസ്. സ്പോഞ്ചസിൽ സൈക്കോൺ ആണ് കാണിച്ചിരുന്നത്, ആക്ച്വൽ ഫോട്ടോ ആണത്. ദെൻ സ്പോഞ്ചില്ല, ദിസ് ഇസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ദെൻ യൂസ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. ഇത് സാധാരണ കുളിക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ യൂസ് ചെയ്യുന്ന സാധനമാണ് ബാത്ത് സ്പോഞ്ച്. അപ്പോൾ ടോട്ടലി നമ്മൾ ഫൈലം പോറിഫെറേനെ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. മോസ്റ്റ്ലി സിമെട്രിക്കൽ, സം ആർ റേഡിയൽ, ജെം ലെയേഴ്സ് ഇല്ല, എസീലോമേറ്റ് കണ്ടീഷൻ ആണ്. അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മെറൈൻ ആണ്. ദെൻ സെഡൻഡറി. ഡൈജസ്റ്റീവ് സിസ്റ്റം ആബ്സെന്റ്, ബട്ട് ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലർ, ദറ്റ് ഈസ് ഇൻസൈഡ് ദ സെൽ. Respiratory system absent, circulatory system absent. Reproduction, asexual reproduction by fragmentation, and sexual reproduction also takes place. Organisms are hermaphrodite. Both male and female sex organs are present in single individual. Fertilization is internal, development is indirect. There is larval stage is present. Then unique features, water canal system. Then ostia, spongocoel and canals are lined with choanocytes. Then body is supported by spicules and spongin fibers. Examples, cycon, സ്പോഞ്ചില്ല, യൂസ്പോഞ്ചിയ. അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഫൈലം പോറിഫെറയുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സോ ഫൈലം പോറിഫെറയുടെ എല്ലാ ഫീച്ചേഴ്സും, ഇറ്റ് ഇസ് എ ലോവസ്റ്റ് ഫൈലം, എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സി ഫൈലം നിഡേറിയ. സി ഈസ് സൈലന്റ്. ഫൈലം നിഡേറിയ, അല്ലെങ്കിൽ അതിന് ഫൈലം സിലൻഡ്രേറ്റ എന്നും പറയാം. ഒരേ പേര് തന്നെയാണ്. ഫൈലം സിലൻഡ്രേറ്റ ആൻഡ് ഫൈലം നിഡേറിയ ആർ സെയിം. ഇനി എന്താണ് അവരുടെ ഓർഗനൈസേഷൻ? ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് നേരത്തേക്കാളും ചെറിയൊരു വ്യത്യാസം. ഹയർ ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടൊന്നുമില്ല, മീൻസ് ഹയർ ലെവലിൽ എത്തിയിട്ടില്ല, പക്ഷേ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ നമ്മൾ കണ്ടത് സെല്ലുലാർ ലെവലായിരുന്നു ഫൈലം പോറിഫെറ. ഇവിടെ സെല്ലുലാർ ലെവൽ മാറി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി.
സിമെട്രി ഈസ് റേഡിയൽ സിമെട്രിക്കൽ. ജേം ലെയേഴ്സ് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ 2 germ layers are present. Coelom condition acylomate condition തന്നെയാണ്. Then habit and habitat. Aquatic ആണ്, mostly marine ആണ്. ഇനി എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. Sessile and free swimming. Sessile or free swimming. അപ്പം ചിലത് അറ്റാച്ച്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും. സോളിറ്ററി ഓർ കൊളോണിയൽ. ഒറ്റയ്ക്കും കാണാം, ഗ്രൂപ്പായിട്ടും കാണാം. പല ഓർഗാനിസംസും പല സ്പീഷീസും പല രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് കാണുന്നതുണ്ട്, ഗ്രൂപ്പായിട്ട് കാണുന്നതുണ്ട്. Then digestive system എങ്ങനെയാണ്? It is incomplete. Incomplete എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, there will be only one opening. There will not be any separate mouth and anus. Then intracellular and extracellular digestion. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലും ഡൈജഷൻ നടക്കും, സെല്ലിൻ്റെ പുറത്തും ഡൈജഷൻ നടക്കുന്നുണ്ട്. അത് ഫൈലത്തിൻ്റെ കോമൺ ഫീച്ചേഴ്സ് ആണ്, പല ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. റെസ്പിറേറ്ററി സിസ്റ്റം ഇവിടെയും ആബ്സെൻ്റ് ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ഇവിടെയും ആബ്സെൻ്റ് ആണ്. Then reproduction. റീപ്രൊഡക്ഷനിൽ പോളിപ്പ് റീപ്രൊഡ്യൂസസ് എസെക്ഷുവലി. ബെഡിങ് വഴിയാണ് പോളിപ്പ് റീപ്രൊഡ്യൂസ് ചെയ്യുക. മെഡൂസ സെക്ഷുവലി. പോളിപ്പ് മെഡൂസ എന്താ നമുക്ക് കാണാം. പോളിപ്പ് റീപ്രൊഡ്യൂസസ് എസെക്ഷുവലി. ഇത് ആ ഓർഗാനിസത്തിൻ്റെ ഫൈലം സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ ഫൈലം നിഡേറിയയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ വരുന്ന 2 ഫോംസ് ആണ്, പോളിപ്പും മെഡൂസയും. അതിൽ പോളിപ്പിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ബഡിങ് വഴിയാണ്. ബഡ്സ് ഫോം ചെയ്തിട്ടാണ് അടുത്ത ഓർഗാനിസം ഉണ്ടാവുക, അടുത്ത ജനറേഷൻ ഉണ്ടാവുക. മെഡൂസയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, സോ ഗാമേറ്റ് ഫോർമേഷൻ നടക്കും. ദെൻ മോസ്റ്റ് ആർ സെപ്പറേറ്റ് സെക്സസ്. നേരത്തെ കണ്ടു ഹെർമാഫ്രോഡൈറ്റ് കണ്ടീഷൻ നമ്മൾ കണ്ടു, അതായത് സെക്സ് ഓർഗൻസ് 2 സെക്സ് ഓർഗൻസും ഒരു ഇൻഡിവിജ്വൽ കാണുന്നത്. പക്ഷെ ഇവിടെ സെപ്പറേറ്റ് സെക്സസ് ആണ്, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവാം. ദെൻ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ, പുറമെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. ആ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. ദെൻ ഹിയർ ഓൾസോ ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, അതായത് ലാർവൽ സ്റ്റേജ് ഈസ് പ്രസന്റ്. ദെൻ യൂണിക് ഫീച്ചേഴ്സ്. ഈ ഓർഗാനിസത്തിന്റെ യൂണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ്. ഇവിടെ ഡയഗ്രാം നോക്കുക. ദിസ് ഇസ് ടെൻഡക്കിൾ. ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ്. ഇത് നിഡോബ്ലാസ്റ്റിന്റെ സ്ട്രക്ചറാണ് ഈ ഫുൾ കാണുന്നത് കേട്ടോ. നിഡോബ്ലാസ്റ്റിന്റെ ത്രെഡ് ആണിത്. Tentacles are finger-like structures which surrounds the mouth of cylindrates. Cylindratesന്റെ മൗത്തിന്റെ ചുറ്റും കാണുന്നതാണ് ടെൻഡക്കിൾസ്. യൂസ്ഡ് ഫോർ ഫുഡ് ക്യാപ്ചർ ആൻഡ് ഡിഫെൻസ്. ഭക്ഷണം പിടിക്കാനുള്ള ഇരയെ പിടിക്കാനും ഡിഫെൻസിനും, അതായത് പ്രതിരോധിക്കാനും, വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയാണ് ഈ ടെൻഡക്കിൾസ് യൂസ് ചെയ്യാം. ദെൻ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്. ദേ ആർ സ്റ്റിങ്ങിങ് സെൽസ്. മുള്ള് പോലെയുള്ള സെൽസ് ആണ്. സ്റ്റിങ്ങിങ്, കുത്തുകയും ചെയ്യും അത്. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ ടെൻഡക്കിൾസ് ആൻഡ് ദ ബോഡി. ബോഡിയിലും കാണാം, ടെൻഡക്കിൾസിലും കാണാം നിഡോബ്ലാസ്റ്റ്. ഇനി എന്താണ് നിഡോബ്ലാസ്റ്റിലുള്ളത്? ഇറ്റ് ഇസ് എ പോയ്സൺ ഫിൽഡ് ക്യാപ്സ്യൂൾ. അതിൻ്റെ ഉള്ളിൽ ഒരു പോയ്സൺ ഫിൽ ചെയ്ത ക്യാപ്സ്യൂൾ ഉണ്ട്. ആ ഇതിനെയാണ് ക്യാപ്സ്യൂളിനെയാണ് നിമാറ്റോസിസ്റ്റ് എന്ന് പറയാം. അപ്പം നിഡോബ്ലാസ്റ്റിൽ പോയ്സൺ ഫിൽഡ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് നിമാറ്റോസിസ്റ്റ്. ഇനി വാട്ട് ഇസ് എ ഫങ്ഷൻ ഓഫ് നിഡോബ്ലാസ്റ്റ്? എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആങ്കറേജ്. ആങ്കറേജ് എന്ന് പറഞ്ഞാൽ ആങ്കർ ഇടുക, അത് നങ്കൂരിട്ട് നിൽക്കുക, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിഡോബ്ലാസ്റ്റ് സഹായിക്കും. ദെൻ ഡിഫെൻസ്. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ രക്ഷപ്പെടാൻ ഡിഫെൻസ് മെക്കാനിസമായിട്ട് സഹായിക്കും. ആൻഡ് ടു ക്യാപ്ചർ പ്രേ, ഇരയെ പിടിക്കാനും സഹായിക്കും. അപ്പോൾ ഇത് ഈ ഫൈലം നിഡേറിയ അല്ലെങ്കിൽ ഫൈലം സിലിൻഡ്രേറ്റയുടെ യൂണിക് ഫീച്ചേഴ്സ്, അവരുടെ മാത്രം പ്രത്യേകതകളാണ്. അടുത്ത യൂണിക് ഫീച്ചറാണ് ഗാസ്ട്രോ വാസ്കുലർ കാവിറ്റി. ഉള്ളിൽ നമ്മൾ നേരത്തെ വെറുതെ ഒരു ബോഡി കാവിറ്റി സ്പോഞ്ചോസിയിലാണ് കണ്ടത്. ഈ ഫൈലത്തിലായപ്പോഴേക്കും ഒരു ഗാസ്ട്രോ വാസ്കുലർ കാവിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് സിലിണ്ടറോൺ. സിലിണ്ടറോൺ ഉള്ളത് കൊണ്ടാണ് സിലിൻഡ്രേറ്റ എന്ന് പറയുന്നത്. വിത്ത് ആൻ ഓപ്പണിംഗ് ഓൺ ദ ഹൈപ്പോസ്റ്റോം. അതിൻ്റെ ഒരു എലിവേറ്റഡ് പോർഷനിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മൗത്ത്. ഡീറ്റെയിൽ സ്ട്രക്ചർ നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ പോളിപ്പ് ആൻഡ് മെഡൂസ. നമ്മൾ നേരത്തെ കണ്ടു, പോളിപ്പാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക, മെഡൂസയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. എന്താണ് പോളിപ്പും മെഡൂസയും? ദീസ് ആർ 2 types ഓഫ് ബോഡി ഫോംസ് ഇൻ നിഡേറിയ. നിഡേറിയൻസിൽ അല്ലെങ്കിൽ ഫൈലം സിലിൻഡ്രേറ്റയിൽ ഉള്ള ഓർഗാനിസത്തിന് 2 തരം ബോഡി ഫോംസ് കാണാം. നിങ്ങൾ ചിന്തിക്കേണ്ടാവും എന്താണ് 2 തരം എന്ന്. അതായത് പോളിപ്പും ഉണ്ടാവും, അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഈ 2 ബോഡി ഫോംസും ഉണ്ടാവും. ആദ്യം പോളിപ്പ് ഉണ്ടാവും, പോളിപ്പിൽ നിന്ന് എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി മെഡൂസ ഉണ്ടാവും, മെഡൂസയിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി പോളിപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു ജനറേഷൻ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പോളിപ്പ് ഈസ് ട്യൂബുലാർ. പോളിപ്പാണിത്. പോളിപ്പിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ട്യൂബുലാർ അറ്റാച്ച്ഡ് എസെക്ഷൽ ഫോം. അറ്റാച്ച്ഡ് ആണ്, ഉണ്ടാവും.
അതിൻ്റെ ബോഡി ബേസ് കണ്ടാൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആണത്. പിന്നെ വിത്ത് അപ്വേർഡ്ലി ഡയറക്റ്റഡ് മൗത്ത് മുകളിലേക്ക് തുറന്നിരിക്കുന്നു. ആൻഡ് ടെൻഡക്കിൾസ്, ഇവിടെ ടെൻഡക്കിൾസും കാണാം. എക്സാമ്പിൾ ഹൈഡ്ര, അഡാംസിയ. രണ്ട് ഓർഗാൻസിന്റെ പേരാണ്, ഹൈഡ്രയും അഡാംസിയയും. അഡാംസിയയുടെ ഡയഗ്രം ഇവിടെ ഉണ്ട്. ഹൈഡ്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും. ദെൻ മെഡൂസ. എന്താണ് മെഡൂസ? അടുത്ത കണ്ട ഡയഗ്രാണ് മെഡൂസയുടെ. മെഡൂസ ഈസ് അംബർല ലൈക്ക്, അംബർല പോലെ, ഒരു അംബർല പിടിക്കുമ്പോൾ പോലെ കാലൊന്നും ഇല്ല എന്നുള്ള ഏകദേശം ഒരു ഷേപ്പ് അതിൻ്റെയാണ്. ഫ്രീ സ്വിമ്മിങ് ആണ്. ഇവിടെ അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇത് ഫ്രീ സ്വിമ്മിങ് ആണ്. ദെൻ സെക്ഷുവൽ ഫോം ആണ്, ഇത് എസെക്ഷുവൽ ഫോം ആണ്. ഈ ഡിഫറൻസസും ഈ ഡയഗ്രവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും, ഡിഫറൻസസും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ഡൗൺവേർഡ്ലി ഡയറക്റ്റഡ് മൗത്ത്. ഇവിടെ മൗത്ത് അപ്വേർഡ് ആണെങ്കിൽ മെഡൂസയിൽ മൗത്ത് ഡൗൺവേർഡ്ലി ഡയറക്റ്റഡ് ആണ്. ഇവിടെയും ടെൻഡക്കിൾസ് പ്രസന്റ് ആണ്. അപ്പോൾ എക്സാമ്പിൾ ഒറേലിയ, ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒറേലിയ ആണ് മെഡൂസ ഫോമിന്റെ എക്സാമ്പിൾ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ പോളിപ്പ് ഫോമും മെഡൂസ ഫോമും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫൈലം നിഡേറിയയിൽ. ദെൻ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതിന്റെ വേറൊരു ടേമാണ് മെറ്റാജനസിസ്. മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഒരു തലമുറ ഒരു ബോഡി ഫോം ആയിരിക്കും, അത് കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ വേറെ ബോഡി ഫോം ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഷോൺ ബൈ സം നിഡേറിയൻസ്. അപ്പോൾ എല്ലാ നിഡേറിയൻസിനുള്ള ചിലതിന് മാത്രമേ ഉള്ളൂ. ഇൻ വിച്ച് പോളിപ്സ് പ്രൊഡ്യൂസ് മെഡൂസൈ. പോളിപ്സിൽ നിന്ന് മെഡൂസൈ ഉണ്ടാവും ബൈ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ആൻഡ് മെഡൂസൈ ഫോം പോളിപ്സ് സെക്ഷുവലി. മെഡൂസയിൽ നിന്ന് പോളിപ്പും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവും. മെയിൻ ആയിട്ട് ഈ രണ്ട് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ ഈ രണ്ട് ബോഡി ഫോംസും കാണുന്ന ഒരു ഓർഗാനിസം ആണ് ഒബീലിയ. ഒബീലിയയുടെ ഡയഗ്രാം, ഒബീലിയ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഒബീലിയയുടെ ഡയഗ്രാം ആണത്. അപ്പോൾ പോളിപ്പിൽ നിന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി മെഡൂസ ഉണ്ടാവുന്നു, മെഡൂസയിൽ നിന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി പോളിപ്പ് ഉണ്ടാവുന്നു. ആ ഫിനോമിനന്നെയാണ് മെറ്റാജനസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അതും ഈ ഫൈലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഫൈലത്തിൽ വരുന്ന ഓർഗാനിസം നിങ്ങൾക്ക് കണ്ടറിയാം, കോറൽസ് ആണ്. സ്പോഞ്ച് അണ്ടർ വാട്ടർ, സീ വാട്ടറിൽ കാണുന്നതെങ്കിലും സ്പോഞ്ചിനേക്കാളും കുറച്ചും കൂടി കോറൽസ് ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ വെക്കാറുണ്ട്. കളേർഡ് കോറൽസ്, വൈറ്റ് കോറൽസ് ഒക്കെ ഇല്ലേ? കോറൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വീടുകളിലൊക്കെ. നമ്മൾ സാധാരണ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മഷ്റൂം കോറലാണ്, ബ്രെയിൻ കോറലാണ്. അതിൻ്റെ ഷേപ്സ് ഒക്കെ വെച്ചിട്ട് ഒരു പേരിടുന്നു മാത്രം. മാഡ്രി പോറ, ട്യൂബി പോറ, ഇതൊക്കെ കോറൽസ് ആണ്. ഇനി കോറൽസിന്റെ പ്രത്യേകത എന്താ? ദേ ഹാവ് സ്കെലിട്ടൺ മേഡ് അപ്പ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അതിൻ്റെ സ്കെലിട്ടൺ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കോറൽസിൽ. ടേബിൾ കോറൽ കണ്ട, ഫിഷ് മോൾ നിൽക്കുന്ന ഇതിൻ്റെ താഴത്തെ ഭാഗം നോക്കുക, അതൊരു ടേബിളിൻ്റെ ഒരു ഷേപ്പ് അല്ലേ? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ടേബിൾ കോറൽ. ദെൻ ബ്രെയിൻ കോറൽ, ബ്രെയിനിൽ നമ്മുടെ സെറിബ്രം ഇങ്ങനെ ചുളിഞ്ഞു കിടക്കുന്ന പോലെ തന്നെ കിടക്കുകയാണ്. സോ ബ്രെയിൻ കോറൽ. പില്ലർ കോറൽ, പില്ലേഴ്സ് പോലെ നിൽക്കുന്നത് പില്ലർ കോറൽ. ഗ്രേറ്റ് ബാരിയർ റീഫ് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയിൽ ബാരിയർ റീഫ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഇസ് ഓൾസോ ഫൈലം സിലിൻഡ്രേറ്റയിൽ വരുന്നതാണ് കേട്ടോ, ഗ്രേറ്റ് ബാരിയർ റീഫ്. ദെൻ ബാക്കി ഓർഗാനിസംസ് ആണ് ഹൈഡ്ര, ഒബീലിയ. ഇതെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അല്ലേ? ഒരു ലൈറ്റ് എമിറ്റ് മീൻസ് അതിൻ്റെ ആ ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകതയാണത്. ഫൈസാലിയ, ഫൈസാലിയയുടെ ഒരു പ്രത്യേകത, അതിൽ നിറയെ ഒരു കോളനി പോലെ കാണുക. അതിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടും, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു കപ്പൽ വരുന്ന പോലെയാണ് ഈ ഫൈസാലിയ മൂവ് ചെയ്യുമ്പോൾ തോന്നുന്നത് നമുക്ക്. അത്രയും നിറയെ ടെൻഡക്കിൾസും ചെറിയ ചെറിയ ഇതും അതിൻ്റെ മുകളിൽ നിന്ന് ഈ അംബർലയുടെ താഴെ നിന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഫൈസാലിയയിൽ. ദെൻ അഡാംസിയ, സീ അനിമോൺ എന്ന് പറയുന്നത് അഡാംസിയനെയാണ്. ദെൻ പെന്നേറ്റുല, സീപെൻ, സീപെൻ. സീഫാൻ, ഫാൻ പോലെയല്ലേ കാണുക. സോ ഇറ്റ് ഈസ് സീഫാൻ. ഗോർഗോണിയ. ഇതിൻ്റെ ഈ ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് പേരുകൾ വെച്ചിട്ട് ഓർഗാനിസം ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ബ്രെയിൻ കോറൽ, മിയാൻഡ്രിന, ബ്രെയിൻ കോറൽ, മിയാൻഡ്രിന. ഇതാണ് ഫൈലം നിഡേറിയയുടെ എല്ലാ ഫീച്ചേഴ്സും. ഇനി അതിൻ്റെ മറ്റേ ഗ്ലാൻസ് നമുക്കെല്ലാം കാണാം. ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവലാണ്. സിമെട്രി റേഡിയൽ സിമെട്രി ആണ്. ജേം ലെയേഴ്സ് 2 ജേം ലെയേഴ്സ് ആണ് പ്രസന്റ്. ഡിപ്ലോബ്ലാസ്റ്റിക് ഇൻ ബിറ്റ്വീൻ ഒരു അൺഡിഫറൻഷിയേറ്റഡ് മീസോഗ്ലിയ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു ടേംസ് ഒക്കെ കേട്ടോ. സീലോം എസീലോമേറ്റ് കണ്ടീഷൻ ആണ്. സോ ട്രൂ സീലോം ആബ്സെന്റ് ആണ്. ഹാബിറ്റ് അക്വാറ്റിക് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്. മറൈൻ എന്ന് പറഞ്ഞാൽ സീ വാട്ടറിൽ കാണുന്നത്. ദെൻ അറ്റാച്ച്ഡ് ആയിട്ടും കാണാം, ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടും കാണാം. സോളിറ്ററി ആയിട്ടും കാണാം, കൊളോണിയൽ ആയിട്ട് കാണാം. സോളിറ്ററി ചട്ടയ്ക്ക്. ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. എന്താണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ദെൻ ഇൻട്രാ സെല്ലാറും എക്സ്ട്രാ സെല്ലാറും ഡൈജഷൻ ഉണ്ടാവാം. ഇൻട്രാ സെല്ലാർ മീൻസ് ഇൻസൈഡ് സെൽ, എക്സ്ട്രാ സെല്ലുലാർ മീൻസ് ഔട്ട്സൈഡ് സെൽ.
റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. റീപ്രൊഡക്ഷൻ, പോളിപ്പ് റീപ്രൊഡ്യൂസസ് എസെക്ഷലി, മെഡൂസ റീപ്രൊഡ്യൂസസ് സെക്ഷലി. സെക്സ് ആർ സെപ്പറേറ്റ്, മെയിലും ഫീമെയിലും സെപ്പറേറ്റഡ് കാണാം ഇവരുടെ ഓർഗാനിസംസിൽ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ദറ്റ് മീൻസ് ലാർവ പ്രസന്റ്. Then unique features, tentacles with nidoblast, a gastrovascular cavity cylindron with an opening on hypostome. And ഒരു elevated portion ആണ് hypostome. അവിടെ ഒരു ഓപ്പണിംഗ് കാണാം, ദറ്റ് ഈസ് സിലിൻഡ്രോൺ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ മൗത്ത് വഴിയാണ്. പോളിപ്പ് ആൻഡ് മെഡൂസ എന്ന രണ്ട് ഫോംസ്, ബോഡി ഫോംസ് ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. അതിന് ചില ഓർഗാനിസംസ് ലൈക്ക് ഒബീലിയ ഷോസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വെച്ചാൽ പോളിപ്പിൽ നിന്ന് മെഡൂസ ഉണ്ടാവും, മെഡൂസയിൽ നിന്ന് പോളിപ്പ് ഉണ്ടാവും. ആ പ്രോസസ്സിനെ മെറ്റാജനസിസ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി കോറൽസിന്റെ സ്കെലിട്ടൺ ഇസ് മേഡ് അപ്പ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. എക്സാമ്പിൾസ് ഹൈഡ്ര, ഒബീലിയ, ഒറേലിയ, ഫൈസാലിയ, എഡാംസിയ, പെന്നാറ്റുല, ഗോർഗോണിയ ആൻഡ് മിയാൻഡ്രിന. ഇതൊക്കെയാണ് ഈ ഫൈലത്തിന്റെ പ്രത്യേകതകൾ. രണ്ട് ഫൈലം നമ്മൾ പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട്. ലാസ്റ്റ് കണ്ടാറ്റേ ഗ്ലാൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. സോ രണ്ട് ഫൈലം പഠിക്കുക, അതിനുശേഷം നെക്സ്റ്റ് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം.